പ്രിൻസ്, വെൽക്കം. താങ്ക് യു. പ്രിൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപരിചിതത്തില്ല നമ്മൾ സംസാരിക്കുമ്പോൾ. നമ്മൾ ഡെയിലി സംസാരിക്കാറുണ്ട്. പക്ഷെ ഇന്ന് പ്രിൻസ് ഹോട്ട് സീറ്റിലും ഞാൻ ഹോസ്റ്റിന്റെ സീറ്റിലുമാണ്. അതെ, എന്ത് തോന്നുന്നു? നല്ലത് തോന്നുന്നു. പ്രിൻസിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, പ്രിൻസ് ഒരു സംരംഭകനാണ്. അതെ, കർമ്മ മേഖലകളിൽ ഒരുപാട് തിരക്കുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് വർഷങ്ങളായിട്ട് കലാപ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത്. എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കിട്ടുന്നത്? സത്യം പറഞ്ഞാൽ ഇതെല്ലാം സമയം കണ്ടെത്തുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂർ തന്നെയാണ്. നമ്മുടെ വ്യക്തി ജീവിതങ്ങളുണ്ടാവും, നമ്മുടെ പ്രൊഫഷണൽ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലകളും നമുക്ക് കൈവയ്ക്കാൻ പറ്റുന്നത് സമയം കണ്ടെത്തിയാലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കണ്ടെത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. പ്രിൻസിന്റെ ഒരു കലാപ്രവർത്തനത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. അതായത് പ്രിൻസ് ചില സമയങ്ങളിൽ ഡയറക്ടറാണ്, ചില സമയങ്ങളിൽ എഡിറ്ററാണ്, ചില സമയങ്ങളിൽ ആർട്ടിസ്റ്റാണ്, ആർട്ട് ഡയറക്ടറാണ്. അങ്ങനെ പല മേഖലകളിൽ കൈവയ്ക്കുന്ന ഒരു പ്രിൻസിനെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് വിഷ്വൽ മീഡിയയിൽ ഞങ്ങൾ കാണാറുള്ളത്. അപ്പോൾ ശരിക്കും ഇതിൽ ആസ്വദിക്കുന്ന മേഖല ഏതാണ്? ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന മേഖല? ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടിയിട്ടുള്ള ഒരു ആസ്വാദനമാണ്. ഇത് കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. പക്ഷെ എന്നാലും കർമ്മഫലം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡയറക്ഷൻ തന്നെയാണ്. പക്ഷെ ഈ ഡയറക്ഷൻ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഈ എല്ലാ മേഖലകളെ കുറിച്ചിട്ട് ബേസിക് നോളജെങ്കിലും വേണം. അതുകൊണ്ട് മാത്രം അതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഒരു ഡയറക്ഷനാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഡയറക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂവിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടതിന്റെ ഭയങ്കര ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ബിസിനസ്സിനായാലും അത് വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ബിസിനസ്സിലെ ഒരു മുൻപരിചയം കലാരംഗത്ത് ഇത്തരത്തിൽ ഉപകാരപ്രദമായ ആവുന്നുണ്ടോ? തീർച്ചയായിട്ടും അതില് കറക്റ്റാണ് ഈ പറഞ്ഞേക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ബിസിനസ്സിലായാലും നമുക്ക് ഒരുപാട് ആൾക്കാരെ മാനേജ് ചെയ്യേണ്ടി വരും. അവരുടെ പല പല സ്വഭാവങ്ങളായിരിക്കും, പല നേച്ചേഴ്സ് ആയിരിക്കും, പല കഴിവുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും. അപ്പൊ അവരെല്ലാം ഒത്തിണക്കി നമ്മുടെ ഒരു പ്രോജക്റ്റ് നടത്തുക എന്ന് പറഞ്ഞ അതേ സെയിം സംഭവം തന്നെയാണ് നമുക്ക് ഇതിനു വേണ്ടി വരിക. കാരണം ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഇന്റീരിയർ ഡിസൈനിങ് ആണ്, എക്സിക്യൂഷൻ ഉണ്ട്. നമുക്ക് പ്ലാൻ ആദ്യം വേണം, അതിൻ്റെ ഉള്ള രീതിയിലുള്ള ഡിസ്കഷൻസ് വേണം, പല പല ടോൺസ് വേണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എക്സിക്യൂഷൻ വരുന്നു. ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ ഈ കലാമേഖലയിലും വരുന്നത്. ഫസ്റ്റ് നമുക്ക് അറിയാലോ, കഥ, സ്ക്രിപ്റ്റ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാസ്റ്റിങ്, പിന്നെയാണ് ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് ഇത് ഡയറക്ഷന്റെ ഒരു രൂപരേഖയിലേക്ക് വരുന്നത്. ഞാൻ രസകരമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇപ്പൊ ബിസിനസ് ചെയ്യുന്നുണ്ട്, കലാപ്രവർത്തനമുണ്ട്. ഇതിൽ ഏതാ എളുപ്പമുള്ള പരിപാടി? ആസ്വദിക്കണ കാരണം ഈ ഒരു കലാമേഖല തന്നെയാണ്. വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്നതിന്റെ സുഖമുണ്ട്. ബിസിനസ്സിനായാലും പാഷൻ ഉണ്ടാവുമല്ലോ. പാഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ബിസിനസ്സിലുള്ള ടെൻഷൻസ് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മേഖല വളരെയധികം സഹായിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ചില സമയങ്ങളിൽ ഡയറക്ടറാണ്, ചില സമയത്ത് ബാക്കിയുള്ള മേഖലകളിലൊക്കെ കൈവയ്ക്കുന്നുണ്ട്. ഇപ്പൊ ഡയറക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിൻസിനെ അടയാളപ്പെടുത്തിയിട്ടുള്ള, അതായത് നാട്ടില് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് കൂത്താട്ടം എന്ന് പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നു പ്രിൻസിന്റെ ഒരു കന്നി സംരംഭം, അത് സംവിധാന രംഗത്ത് പ്രിൻസിന്റെ ഒരു കന്നി സംരംഭം. അതിൽ തന്നെ മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള സിനിമ താരമാണ് നമ്മുടെ ശിവജി ഗുരുവായൂരാണ്. അപ്പോൾ ആദ്യത്തെ പ്രൊജക്റ്റിൽ തന്നെ വലിയൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ചെയ്യാന്ന് തോന്നിയിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ. ഇപ്പോൾ പലർക്കും ആദ്യത്തെ ഒരു സംരംഭം ആകുമ്പോൾ വലിയ വലിയ സിനിമകളായപ്പോലും ചെറിയ താരങ്ങളെ വെച്ച് ചെയ്യാന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മളിതൊരു ഷോർട്ട് ഫിലിം ആകുമ്പോൾ ശിവജിയേട്ടൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർ സ്റ്റാറിന്റെ കണക്കെയാണ്. അപ്പൊ അദ്ദേഹമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആ ഷോർട്ട് ഫിലിമിൽ ഗുണം ചെയ്തിട്ടുള്ളത്? ആദ്യമേ തന്നെ എനിക്ക് ആ കൂത്താട്ടം ചെയ്യാൻ തന്നെ സാധിച്ചത് അതിന്റെ ബാക്കിൽ ഒരു വലിയൊരു ക്രൂ തന്നെ ഉണ്ട്. ഒരുപാട് പേരുണ്ട്. അവർക്ക് പ്രത്യേകം അവരുടെ എഫേർട്ട് കാരണം മാത്രമാണ് ആ സംഭവം നമുക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ നമുക്ക് ശിവജേട്ടന്റെ അവിടേക്ക് വരാണെങ്കിൽ ശിവജേട്ടന് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഫസ്റ്റ് എനിക്ക് സ്ക്രിപ്റ്റ് പറയാനായിട്ട് പോയപ്പോൾ കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹാർട്ട് അടിച്ച് എനിക്ക് ഡയലോഗ് മുഴുവൻ പറയാൻ പറ്റില്ലായിരുന്നെങ്കിലും പോലും മൂപ്പര് അത് കേട്ട് ആസ്വദിച്ച് ഓക്കെ പറയാണ് ചെയ്തത്. അതേപോലെ തന്നെ സെറ്റിൽ വന്നതിന് ശേഷം നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. ആളത് ഒരു 1-2 തരത്തിൽ ആള് അഭിനയിച്ച് കാണിച്ചു തരും. ഇതിൽ ഏതാ ചോയ്സ് ഇട്ട് തരും. ഇതിൽ ഏതാണ് വേണ്ടതെന്നെങ്കിൽ നീ എടുത്തോ എന്ന രീതിയിലാണ് ആള് ചെയ്തത്. അതേപോലെ രാത്രി 7:30 ആൾക്ക് പോകണം, നാടകത്തിന്റെ കുറച്ച് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് ആള് ലേറ്റ് നൈറ്റ് ആണ് പോയത്. ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട് പോകുമ്പോ. ഒരു പരാതിയും ഇല്ല, ഒന്നും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം അവിടുന്ന് സന്തോഷത്തോടെ പോവാണ് ചെയ്തത്. അതൊക്കെ ആ ഷൂട്ടിങ്ങിലെ നല്ല മൊമെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ആ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു. അപ്പൊ അതില് ശിവജിയേട്ടനുണ്ട്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ശിവജിയേട്ടനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരുപാട് കലാകാരന്മാരെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അതിൽ ഓൾറെഡി സിനിമകളിൽ അഭിനയിക്കുന്ന മാത്യു ചേട്ടനുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ ഒരുപാട് കലാകാരന്മാര്. അപ്പോൾ ഈ എക്സ്പീരിയൻസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതേസമയം ആഗ്രഹവും മിക്സ് ചെയ്യുന്ന ഒരു കോംബോ ഉണ്ടല്ലോ. ഒരേ സമയം തന്നെ പല പാറ്റേണിലാണ് അത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ള താരങ്ങൾ ആരൊക്കെയാണ് അതില് മാത്യു ചേട്ടനുണ്ട്, മാറാണോ ദേവസ്യേട്ടുണ്ട്, സൈമൺ പാവർട്ടി ഉണ്ട്, പിന്നെ ടോണി പേരാമംഗലുണ്ട്, പിന്നെ ബൈജു പാവർട്ടി ഉണ്ട്. അതായത് നാടകരംഗത്ത് നിന്ന് തന്നെ അത്യാവശ്യം പ്രമുഖരായിട്ടുള്ള ആളുകൾ അതിലുണ്ട്. മാക്സിമം കാരണം ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് ആയിരുന്നു നമുക്ക് അതിലുണ്ടായിരുന്നത്. ബാക്കിലാണെങ്കിലും അതും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ. ഈ ഒരു കൗതുകത്തിന്റെ പുറത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൂത്താട്ടം എന്നുള്ളൊരു പേര് അത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണ്. അപ്പൊ അതാരാണ് ചൂസ് ചെയ്തത്? അത് ഈ പറഞ്ഞ പോലെ തന്നെ റിഫൈൻ ചെയ്തിട്ടാണ് ആ പേരിലേക്ക് എത്തിയത്. പല പല പേരുകളും പോയി അവസാനം കൂത്താട്ടം, അതായത് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടാണ് എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ. ഇനി പ്രിൻസിനെ കുറിച്ച് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, പ്രിൻസ് ഡയറക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മറ്റൊരു വെർഷൻ എന്താണെന്ന് വെച്ചാൽ പ്രിൻസ് എഡിറ്ററാണ്. അപ്പൊ അതില് എൻ്റെ മനസ്സിൽ വരുന്നൊരു സംഭവമാണ് ഈ മാർത്താമറിയം ബാൻഡ് സംഘം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പള്ളിപ്പെരുന്നാൾ പ്രൊമോ ചെയ്തിട്ടുണ്ടായിരുന്നു, പാവർട്ടി പള്ളിപ്പെരുന്നാൾ. അപ്പൊ അതില് പ്രിൻസിന്റെ പേര് വരുന്നത് എഡിറ്റിംഗ് ടേബിളിലാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ റീസെന്റ് അറിഞ്ഞത് ഈ വർഷം പാവർട്ടി പെരുന്നാൾക്ക് പ്രിൻസ് ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അതായത് കോരന്റെ കഥ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊമോ ചെയ്യുന്നുണ്ട്. എഡിറ്റും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പൊ ഇനി എഡിറ്റിംഗ് ചെയ്യുമ്പോ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? വല്ല അൽഫോൺസ് പുത്രൻ കൈൻഡ് ഓഫ് തിങ്, അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇപ്പൊ എല്ലാ വർക്കും ചെയ്യണ രീതി നോക്കുമ്പോ ഓഫ്കോഴ്സ് അൽഫോൺസ് പുത്രൻ തന്നെയാണ്. ആള് ഒരുവിധം എല്ലാ മേഖലയിലും കൈവയ്ക്കും. അതെ, തീർച്ചയായിട്ടും. നമ്മൾ കാണുന്ന സിനിമകളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഷോർട്സിലൊക്കെ അങ്ങനെ കുറച്ച് വൈവിധ്യം കൊണ്ടുവരാനൊക്കെ ശ്രമിക്കാറുണ്ടോ? അങ്ങനെ പരമാവധി ശ്രമിച്ചാലും നമുക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മുടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ആ ലിമിറ്റേഷൻസിൽ വെച്ചിട്ട് നമ്മൾ ഷോർട്ട് ഫിലിംസ് തന്നെ ചെയ്യണല്ലോ. അധികം നമുക്ക് അങ്ങനെ. പക്ഷെ അവിടെ എനിക്ക് തോന്നിയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്ന് നമ്മൾ മാക്സിമം നല്ലത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വർക്കും ശ്രദ്ധിക്കപ്പെടും. ഇപ്പൊ ചില സമയങ്ങളില് പ്രിൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസിന്റെ തിരക്കുകളുണ്ട്, കലാരംഗത്തും തിരക്കുകളാണ്. ഈ ഫാമിലി എങ്ങനെ ഇതിനോട് പൊരുത്തപ്പെടും? ഫാമിലിയാണ് ഏറ്റവും സപ്പോർട്ട് തരുന്നത്. അപ്പൊ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല സപ്പോർട്ട് തന്നെയാണ്. ചിലപ്പോൾ ലേറ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ തന്നെ സഹകരിച്ച് കാര്യം ചെയ്യാറുണ്ട്. മക്കളായാലും ഇതിന്റെ ഓരോ ഔട്ട് കാണാൻ താല്പര്യപ്പെടുന്നതാണ്. ഭാര്യയായാലും അമ്മയായാലും. ഈ കഥകളൊക്കെ ഇപ്പോ സ്റ്റോറികളൊക്കെ വീട്ടുകാരായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. ഇനീഷ്യൽ സ്റ്റേജിൽ ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ അവരുടെ സജഷൻസ് ഒക്കെ വരുമ്പോ തീർച്ചയായിട്ടും അവരുടെ സജഷൻസും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഏതാ നല്ലതെന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. തീർച്ചയായിട്ടും അവരുടെ സജഷൻസ് നമുക്ക് ഇപ്പോഴും എടുക്കാറുണ്ട്. പ്രിൻസിനെ കുറിച്ച് വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഞാനും പ്രിൻസ് ഒരേ നാട്ടുകാരനാണ്. അപ്പോൾ പല മേഖലകളിലും കലാരംഗത്ത് പ്രിൻസ് സജീവമാവുന്ന ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് കലാസംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ടീം 0, പാപ്പ ഫ്രെയിംസ്, സ്റ്റോറീസ് കഫേ, അങ്ങനെ പ്രിൻസ് ഇടപെടുന്ന സംഘടനകൾ ഒരുപാട് കലാസംഘടനകളാണ്. ഇത്രയധികം സംഘടനകളിൽ ഇടപെടുന്നതിന്റെ ഒരു ഗുണം നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്ക് ഫ്ലോയിലൊക്കെ ഗുണം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ടീം 0-ലും പാപ്പ ഫ്രെയിംസിലും. എനിക്ക് മുന്നേ ഈ യാത്രകളെല്ലാം സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ പാപ്പ ഫ്രെയിംസ് ആണ് ആദ്യം അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പാപ്പ ഫ്രെയിംസിൽ തന്നെ ഒരുപാട് പേര് കലാകാരന്മാര്, ഒത്തിരി പേര് ഒതുങ്ങിയിട്ടുള്ളതാണ് പാപ്പ ഫ്രെയിംസ്. അതേപോലെ മറ്റൊരു സംഘടനയാണ് ടീം 0. ടീം 0-ന്റെ 4ാമത്തെ ഷോർട്ട് ഫിലിമാണ്. അതിൽ മാർത്താമറിയം എഡിറ്റ് ചെയ്യാനും പറ്റി, ഇത് ഡയറക്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അത് അവർ തന്ന അവസരം തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് നമുക്ക് അങ്ങനെ ആരും വേറെ രീതിയിലൊന്നും കിട്ടണമെന്നല്ല. അവരായിട്ട് തന്നെ ചോയ്സ് ചെയ്യുന്നതാണ് സംഭവം, സാധിക്കുമോ എന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ വളരെയധികം സന്തോഷം. ഇപ്പൊ നമ്മള് പറഞ്ഞത് ഇപ്പൊ ഷോർട്ട് ഫിലിമുകളെ കുറിച്ചാണ് മെയിനായിട്ട് പറഞ്ഞത്. പക്ഷെ അതിനു മുന്നേ പ്രിൻസ് ചെറിയ പരസ്യചിത്രങ്ങളൊക്കെ ചെയ്തിരുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ, അതായത് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ചില സംഭവങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് ഒരു ടേബിളിന്റെ അനിമേറ്റഡ് അല്ലേ? അതെ, ഒരു ടേബിളിന്റെ പുറത്ത് മാത്രം ചെയ്യാവുന്ന രീതിയിലുള്ള കുറച്ച് വിഷ്വൽസ് പുറത്തിണക്കിയിട്ട് ഒരു വിഷ്വലൊക്കെ. അപ്പൊ ഭാവിയില് പരസ്യരംഗത്ത് പോലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരാളാണ് പ്രിൻസ് എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ പ്രിൻസിന്റെ വിശേഷങ്ങള് വളരെ ലഘുവായ സമയമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ആ ലഘുവായ സമയത്ത് അത്യാവശ്യം കാര്യങ്ങൾ നമ്മളുമായിട്ട് സഹകരിച്ചു. അപ്പോൾ ഇങ്ങനൊരു താരത്തെ നമ്മുടെ അറിയാത്ത ആളുകളിലേക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ, അറിയുന്ന ആളുകളാണ് മാക്സിമം ഇവിടെ ഉള്ളത്, എന്നിരുന്നാൽ പോലും കൂടുതൽ വിശാലതയിലേക്ക് നയിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ മീഡിയ സെന്ററിനെ
അക്കാര്യത്തിൽ ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായിട്ടും ഉയരങ്ങൾ, ഇനിയും ഏറെ ഉയരങ്ങൾ ബിസിനസ് രംഗത്തായാലും സോഷ്യൽ മീഡിയ രംഗത്തായാലും കൈവരിക്കാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.